നമസ്കാരം ഗൈസ്, വെൽക്കം ടു ചായ് ടോക്സ് വിത്ത് വൈബ ഗുഡ്. എല്ലാവരും ഹാപ്പി ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യു ഗൈസ് ആർ സപ്പോർട്ടിങ് മീ എ ലോട്ട്. ഐ എം സോ ഹാപ്പി. അല്ല പൊന്നു? യെസ്. പൊന്നുന്റെ ഒരു യെസ് കേട്ടല്ലോ അല്ലെ? എല്ലാവരും പൊന്നൂരെ അന്വേഷിച്ചു സുഖമായിട്ടിരിക്കണോന്നൊക്കെ ചോദിച്ചു. നീ എന്താ റിവ്യൂ ചെയ്യാൻ വരാത്തെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ റിവ്യൂ അല്ല, വേറെ കുറച്ച് പുള്ളിയുടെ വേറെ ട്രാക്കാണ് അല്ലേ പൊന്നു? അല്ല, മൊത്തത്തിൽ പനി കാര്യങ്ങളായോണ്ടാണ് നമ്മൾ വരേണ്ടിരുന്നത്. അതെ, പനിയായിരുന്നു. കാത് കുത്തിയിട്ട് കാത് കുത്തിയിട്ട് ആൾക്ക് അവിടെ പഴുത്തതായി. കുറച്ച് താഴോട്ട് ഇരിക്കേ. ആ കുത്തിയ ആള് നൈസായിട്ട് നേരം അങ്ങോട്ട് കുത്തി ഇറക്കി കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവിടെ പഴുത്ത് ഇതാണ്ട് ഭയങ്കര ഇപ്പൊ അല്ല ശരിയായി. ഇപ്പൊ അവിടെ ഫുൾ അമങ്ങി ഇച്ചിരി കൂടെ ഉണ്ട്. അപ്പൊ എനിക്ക് ഫുള്ള് സങ്കടമാണ് ഗൈസ്. ഒന്ന് പറഞ്ഞൊന്ന് എന്റെ മൂക്കെങ്കിലും ഒന്ന് കുത്തിക്കാനായിട്ട് ഒന്ന് സമ്മതിപ്പിക്കണം. പ്ലീസ് കമന്റ് ഡൗൺ പ്ലീസ്. ഇവര് സമ്മതിക്കാൻ നോക്കട്ടെ. പൊന്നന്റെ ആഗ്രഹമല്ല തട്ടാനെ കൊണ്ട് കുത്തിക്കുമെന്ന് പറഞ്ഞിട്ട് താഴെ ഫുൾ പിയേഴ്സിംഗിന്റെ കമന്റ്സ് ഇട്ട താഴെ. അത് വന്നാ ഓൺ മൈ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാ ഐ വിൽ സപ്പോർട്ട് യു ഗൈസ്. ഞാൻ കൊറേ വീഡിയോസ്, പിന്നെ അതായത് ഇങ്ങനത്തെ റിവ്യൂ വീഡിയോസ് അല്ലാണ്ടുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. കൊറേ അമ്മമാരും ചേട്ടന്മാരൊക്കെ അന്വേഷിച്ചു. ഗൈസ് അത് പനിയായിരുന്നു ഗൈസ്. ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ട് വന്നിരിക്കണാണ് ഞാൻ. ഓക്കെ, അപ്പൊ സെറ്റ്. അപ്പൊ കണ്ടന്റിലോട്ട് കിടക്കാം ബാക്കി. അതെ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ? നിങ്ങളെ പേടിച്ചിട്ട് ഞങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ മാറ്റണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഇയാളുടെ അടുത്ത് പറയാണ് ഷോർട്ട്സ് ഇടരുത്, നിക്കറിട്ട് വീട്ടിലൂടെ നടക്കരുത്, അല്ലെങ്കിൽ പുറത്തിറങ്ങി നിങ്ങൾ നിക്കറിട്ട് കഴിഞ്ഞാൽ അത് ട്രെൻഡ്. അപ്പൊ പെൺകുട്ടികളെ അത് ഞാൻ പറഞ്ഞല്ലോ, ആണുങ്ങളുടെ സൈക്കോളജി എങ്ങനെയാ, അവർക്ക് കണ്ണിലൂടെ കാണുമ്പോഴാണ് സിമുലേഷൻ ഉണ്ടാകുന്നത്. ഇപ്പൊ ഗോവയിലോ ബാംഗ്ലൂരോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഡ്രസ് ഇട്ട് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഇവിടെ കുഴപ്പമുള്ളപ്പം നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ കുഴപ്പമാണ്. അതിപ്പം യൂത്തിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ പെൺപിള്ളാരോട് പറയും നിങ്ങൾ അങ്ങനെ ഡ്രസ്സ് ഇടില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് പോകരുത്, സൂക്ഷിക്കണമെന്ന് പറയും. അത് ഇത് കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണ്ട് കാലത്ത് ബ്ലൗസും മുണ്ടും മാത്രം എടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ബ്രേസിൽ ഇടാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോ കേരളത്തിന്റെ ഒരു എന്താണ് പറയുന്നത്, ഒരു സാധനം ഉണ്ടല്ലോ, എന്താണത്, കേരളത്തിന്റെ ഒരു സുനാപ്പി ഉണ്ട്. അതായത് നമ്മള് ഒരു സംഭവം ഉണ്ട്, ഒരു മലയാളം വാക്കുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. പണ്ട് കാലത്ത് ഞാൻ എന്റെ കുട്ടിക്കാലത്തും അല്ലെങ്കിൽ ഒരു 10th വരെയൊക്കെ ഇത് ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് തന്നെ പോണോ നിനക്ക് പുറത്തോട്ട്? അപ്പോൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ ഷോൾ ഇടാതെ പോകാൻ പറ്റില്ല. ഷോൾ ഇടണം, ചുരിദാറിന് കൂടെ ഷോൾ ഇടണം. ഓക്കെ, ഷോർട്സ് ഇടാൻ പാടില്ല. ആ സമയത്തൊന്നും അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇല്ല, ചുരിദാറും ഫ്രോക്കും മാത്രമാണ് ഉള്ളത്. ഫ്രോക്കാണെങ്കിൽ മുട്ടിന് കുറച്ച് താഴോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ നാട്ടും പുറത്ത് ആ പ്രദേശത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫ്രോക്കൊക്കെ ഇട്ട് ചുരിദാറും ഷോളൊക്കെ ഇട്ട് പോകുമ്പോഴായിരിക്കും അപ്പുറത്തുനിന്ന് അമ്മൂമ്മമാര് ഈ ബ്ലൗസും മറ്റേ മുണ്ടും മാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ടാവുക, മുണ്ടും എടുത്ത് നടന്നുകൊണ്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ അവര് ചിലവരുണ്ട് നല്ല രസമാണ് കാണാനായിട്ട്, നല്ല സ്ട്രെച്ചറാണ് അവർക്ക്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൗസ് ഇട്ടിട്ട് മുണ്ട കൊടുത്തിട്ട് തലയിൽ സംഭവം ഇതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കുടം പിടിച്ചിട്ട് പോകുമ്പോഴൊക്കെ അവിടെ ഒന്നും ആ സമയത്തൊന്നും എനിക്ക് തോന്നുന്നില്ല അത്ര വലിയൊരു റേപ്പ് സംഭവം കാര്യങ്ങളും ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ഇപ്പോൾ പുറം രാജ്യങ്ങളാണെങ്കിലും അവരുടെ കോസ്റ്റ്യൂം ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അതിൽ ഒരാൾക്കും ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ മാതിരി ആണുങ്ങളുടെ കണ്ണിലാണ് കാഴ്ചപ്പാട്, എല്ലാവരും കണ്ണിലല്ല, അല്ലാതെ പിന്നെ മൂക്കിലാണോ കാഴ്ചപ്പാടിരിക്കുന്നത്? സിമുലേഷൻ ഉണ്ട്. ആണുങ്ങൾക്ക് സിമുലേഷൻ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവരുടെ വളർത്തുദോഷമല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ചോദിക്കട്ടെ, ഇതിനിപ്പോ ഞാൻ ആരുടെ അമ്മയും അച്ഛനെയൊക്കെ എടുത്തിട്ടെന്ന് പറയരുത്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, അതില് ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയുടെ കോസ്റ്റ്യൂം കണ്ടിട്ട് അല്ലെങ്കിൽ ഷോർട്സും ഇതും കണ്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സ് കണ്ടിട്ട് ആ ആൺകുട്ടിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ ആൺകുട്ടിയുടെ പ്രായത്തിന്റെ ആണെന്ന് മറ്റുള്ളവർ അത് ആൺകുട്ടിയുടെ പ്രായത്തിന്റെയാണ്. അത് പെൺകുട്ടികൾ വൃത്തിക്ക് ചിന്തിക്കണമായിരുന്നു. പെൺകുട്ടിയെ അമ്മ അതിൽ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറക്കണമായിരുന്നു. എന്തിന്? ആൺകുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് എന്തിനാണ് പെൺകുട്ടി ഒതുങ്ങി ഡ്രസ്സ് ഇടുന്നത്? ഈ ആൺകുട്ടിക്ക് സ്വന്തം പെങ്ങള് അല്ലെങ്കിൽ സ്വന്തം അമ്മ ഇതുപോലെ ഡ്രസ്സ് ഇടുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ്? അപ്പൊ ഇതെല്ലാം അണ്ടർ വളർത്തുദോഷമാണ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പാരന്റ്സ് എങ്ങനെ വളർത്തുന്നു അതേപോലത്തെ ഒരു കാഴ്ചപ്പാടാണ് അവിടെ വരുന്നത്. ഞാൻ ഇപ്പൊ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ ടാറ്റൂസ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ എന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ കാര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴും പല ആൾക്കാരും ചോദ്യം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ വീടിന്റെ ഭാഗത്താണെങ്കിലും ഇതെന്താ മേലും മുഴുവൻ വരച്ചു വെച്ചിരിക്കണം, ഇതെന്താ ഇങ്ങനത്തെ ഡ്രസ്സ്? ആൻഡ്
നമ്മുടെ റിലേറ്റീവ്സിന്റെയും ഒക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാലും വീഡിയോ ഇട്ട് കഴിഞ്ഞാലും എല്ലാം അവർ കാണുന്നുണ്ടാവും. പക്ഷെ കമന്റ് ചെയ്യാൻ വലിയൊരു സ്പേസ് കൊടുത്താലും അവർ കമന്റ് ചെയ്യുന്ന എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്, നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്തായിരിക്കും അവർ കമന്റ് ചെയ്യുന്നുണ്ടാവുക. ഓരോ ഡ്രസ്സിങ് സെൻസിൽ ഇപ്പൊ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ഇടുന്നു, അതേപോലെ തന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഓരോരുത്തർ ഇടുന്നു. ഇപ്പൊ ആണുങ്ങൾ ലോ വേസ്റ്റ് ജീൻസ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഷർട്ട് ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ ഒരു പെണ്ണ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നടക്കാൻ പാടില്ല, അത് മര്യാദയ്ക്കുള്ള ഡ്രസ്സ് ഇട്ട് നടക്കണം. ദാറ്റ് മീൻസ് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ പെൺകുട്ടികൾ ജനിച്ചു വീണ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് റേപ്പ് പ്രശ്നങ്ങളായിട്ട് പോകുന്നില്ല. പരദയിട്ട് നടന്ന പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടില്ലേ? സാരി ഇവർ പറയുന്ന മാതിരി അടങ്ങി ഒതുങ്ങി ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുന്ന പെൺകുട്ടികൾക്ക് ഒന്നും ഒരു തിക്താനുഭവം ഒരു പുരുഷന്റെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആരുടെ ഭാഗത്താണ് പ്രശ്നം? ആണിനാണോ പ്രശ്നം, പെണ്ണിനാണോ പ്രശ്നം, അതോ ഇവരെയൊക്കെ വളർത്തുന്ന പാരന്റ്സിനാണോ പ്രശ്നം? ഓരോരുത്തർക്കും ഇപ്പോൾ ഫോറിൻ കൺട്രീസിലാണെങ്കിലും ഗോവ ഭാഗത്തേക്ക്, ബാംഗ്ലൂർ ആ ഭാഗത്തേക്ക് ആണെങ്കിലും അവർ അതേപോലത്തെ ഡ്രസ്സ് ഇടുമ്പോൾ ബോധർ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഡ്രസ്സിന്റെ സംസാരം പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അതിനെ നോക്കാനും അതിനെ വിലയിരുത്താനും ഒന്നിനും വേണ്ട. നമ്മുടെ ചാനൽസിന്റെ കാര്യം തന്നെ പറയാം. ഇപ്പൊ ഇനാഗുറേഷൻ വരണം, അല്ലെങ്കിൽ ആൾക്കാർ അവര് ആ ഇനാഗുറേഷന് പകരം മേലേന്ന് ക്യാമറ കൊടുത്തൊന്നില്ലെങ്കിൽ ക്ലീവേജ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ബാക്ക് സൈഡ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ സൈപ്പോസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. കാരണം അവര് റീച്ച് വെക്കുന്നത് ആ ഗസ്റ്റ്, ആ ആർട്ടിസ്റ്റിന്റെ ഓരോ ശരീരഭാഗങ്ങൾ വച്ചിട്ടായിരിക്കും അവർ റീച്ച് കൂട്ടുന്നുണ്ടാവുക. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ പറയും, ഇങ്ങനെയാണോ പറഞ്ഞ മര്യാദക്കുള്ള ഡ്രസ്സ് ഇട്ട് വന്നൂടെന്ന്? ആ കുട്ടി അധ്വാനിക്കുന്നു, ആ കുട്ടിക്ക് പൈസയ്ക്ക് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ആ കുട്ടി ഇടുന്നു. ഇതെല്ലാം ആ കുട്ടിയുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അതിനെ വിലയിരുത്താനും ചോദിക്കാനും ആർക്കും ഒരു റൈറ്റ് ഇല്ല. നമ്മൾക്ക് കംഫർട്ട് എന്നുള്ള ഡ്രസ്സ് നമ്മൾ ഇടുന്നു. ഇതിനു മുമ്പ് ഞാൻ പണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കട്ട് ഷോട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കുറെ ആൾക്കാർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, പ്രശ്നം എന്നുള്ള രീതിയിൽ. ഇപ്പൊ എനിക്ക് കുറെ ചിന്താഗതികൾ ഉണ്ടായിരുന്നു. ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ എന്നിലോട്ട് തന്ന കുറെ ചിന്താഗതികൾ ഉണ്ടായിരുന്നു. അത് ഞാൻ എന്റെ ചിന്തയിൽ നിന്ന് ഞാൻ മാറി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ പറഞ്ഞു, പണ്ടൊക്കെ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ ഷോൾ ഇട്ടില്ലെങ്കിൽ എനിക്ക് വെപ്രാളാ, ടെൻഷനാ. കാരണം ഷോൾ ഇടാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചിന്താഗതി എന്നൊക്കെ മാറി ഇപ്പൊ ഞാൻ ഷോൾ ഇടാറില്ല. എനിക്ക് ഷോർട്സ് ഇടാൻ തോന്നി ഞാൻ ഷോർട്സ് ഇടും, സ്ലീവ്ലെസ് ഇടാൻ തോന്നി ഞാൻ സ്ലീവ്ലെസ് ഇടും. പക്ഷെ മറ്റുള്ളവർ എന്നെ ഇങ്ങനെ നോക്കുന്നു എന്നതിനേക്കാളും ആ ഡ്രസ്സ് എനിക്ക് ഓക്കെ ആണോ, എനിക്ക് കംഫർട്ട് ആണോ, എനിക്ക് ഫിറ്റ് ആണോ, എന്റെ രീതിയിലുള്ള കാര്യങ്ങൾ ഓക്കെ ആണോ എന്നാണ് ഞാൻ നോക്കാറുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കേണ്ടത്. ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇപ്പൊ ചുരിദാർ ഇട്ടിട്ട് പോയാലും വായി നോക്കുന്ന ആൾക്കാരുണ്ടാവും, ഷോർട്സ് ഇട്ടിട്ട് പോയാലും വായി നോക്കുന്ന ആൾക്കാരുണ്ടാവും, സാരി പരദ ഇട്ട് പോയാലും കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ടാവും. അപ്പൊ ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും പെൺകുട്ടികൾ വൃത്തിക്ക് അടങ്ങി ഒതുങ്ങി പുറത്തോട്ട് നിൽക്കണം, പുറത്തോട്ട് ഡ്രസ്സ് ഇട്ട് നടക്കണം എന്ന് വാശി പിടിക്കാനും ഒരു റൈറ്റ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിഷയം മുഴുവൻ ആൺകുട്ടികൾക്കാണ്. ആൺകുട്ടിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആൺകുട്ടികളുടെ നോട്ടത്തിന്റെയും കാഴ്ചപ്പാടിന്റെ വിഷയമാണത്. ഡ്രസ്സിംഗ് സ്റ്റൈൽ എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനാന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. പെൺകുട്ടി ഇട്ടാൽ അയ്യേ, ആൺകുട്ടി ഇട്ടാൽ ഓഹോ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒൺലി തിങ് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുക, അതായത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള റൈറ്റ് ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാട്ട് ഒരു പയ്യനും ഒരു പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തില്ല. ഈ പെൺകുട്ടി ബാംഗ്ലൂർ ബേസ് ആണ്, ഈ പയ്യൻ പക്ക നാടൻ ട്രഡീഷണലാണ്. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഡ്രസ്സിങ് സെൻസും കാര്യങ്ങളെല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനപ്പോൾ ആ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്രേക്കപ്പിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്താണ് ഈ പയ്യൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ കുറച്ച് എക്സ്പോസിങ് അങ്ങനെ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടുമ്പോൾ ആ പയ്യൻ എന്ത് ചെയ്യും, മറ്റേ ഷോൾ ഇട്ട് നടക്കണം, ഈ കോസ്റ്റ്യൂം പറ്റില്ല, നാട്ടിൻപുറത്ത് വരുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ്, അപ്പൊ അതുകൊണ്ട് ഡ്രസ്സ് മാറ്റണം എന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ പ്രാവശ്യമാക്കി ഈ കുട്ടി ഓക്കെ പറഞ്ഞു. അത് കഴിയുമ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി ഇത് ബുദ്ധിമുട്ടാണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടോക്സിക് ആണെന്നുള്ളത്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടാനുള്ള ഫ്രീഡം പോലും ഇല്ലാന്നുണ്ടെങ്കിൽ വൺസ് ഈ സാധനം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. നമ്മൾ അണ്ടർ സോ മച്ച് ഓഫ് കണ്ടീഷൻസിലാണ്. അത് എതിർത്ത് സംസാരിക്കാനും പറ്റില്ല. എതിർത്ത് സംസാരിച്ചാൽ അത് നേരെ കോർട്ടിലോട്ടാക്കും പോകുന്നുണ്ടാവും. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തു, ബ്രേക്കപ്പ് ആയതിനു ശേഷം ഈ പയ്യൻ പറയുന്നത്, ഞാൻ ഷോൾ ഇടാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്, ഈ പയ്യൻ ഷോൾ ഇട്ട് നടക്കണം. അപ്പൊ ഞാൻ ചോദിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വശം ഞാൻ അവിടെ സംസാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യൻ പറഞ്ഞത് അവിടെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഷോൾ ഇട്ട് നടക്കണം, ഷോൾ ഇട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരെന്ത് പറയും, ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പൊ ഈ കുട്ടി നേരെ അത് ബ്രേക്കപ്പിലോട്ട് എടുത്തു. അപ്പൊ ഞാനൊരു വശം ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കപ്പ് ഇപ്പൊ കുറെ നാളായിട്ടുള്ള റിലേഷൻ ആണ്. അപ്പൊ ബ്രേക്കപ്പിലോട്ട് വരുന്നതിന് മുമ്പ് മേ ബി സംസാരിച്ച് തീർക്കായിരുന്നോ, അല്ലെങ്കിൽ സംസാരിച്ച് തീർത്തുകൂടായിരുന്നോ, ഒരു കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ഒരു ബന്ധം മുഴുവൻ കളയാണെന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ശരിയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് ബ്രേക്കപ്പ് ആയത് നല്ലത് തന്നെയാണ്. കാരണം ഈ കുട്ടി ഇപ്പൊ ആ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാലും ആ പയ്യൻ ചിലപ്പോൾ ഓക്കെ പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് പിന്നെയും അവരെ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറേ അൺപെയ്ഡ് PR ആയ റിലേറ്റീവ്സ് ഒക്കെ നമുക്കുള്ളപ്പോൾ ഈ കോസ്റ്റ്യൂം പ്രശ്നം പിന്നെയും വരും. അപ്പൊ ഈ ഒരു സംഭവത്തിന്, അപ്പൊ ടിക്ടോക്കിൽ ഈ ഒരു സംഭവത്തിന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് എഡിറ്റ് ചെയ്ത് പ്രശ്നമാക്കി വൈബ കൂട്ടി ഷോൾ ഇടാതെ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു എന്നുള്ളൊരു സാധനം വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആരെങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാലും എനിക്കൊരു വിഷയമല്ല. ഉള്ളി തിങ് ഞാനിപ്പോ
എൻ്റെ കാര്യം നോക്കുന്ന പോലെ അത് ചേരുന്നുണ്ടോ, അത് അവർക്ക് ചേരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനായിട്ട് പുരുഷന്മാരുടെ അനുവാദം വേണ്ട. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ഷോർട്സ് ഇട്ടു വന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സ്ലീവ്ലെസ് കാണിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ സാരി കുറച്ച് ഇറക്കി കൊടുത്തു എന്ന് വെച്ചിട്ട് അപ്പോഴേക്കും പുരുഷന്മാർക്ക് കയറി അറ്റാക്ക് ചെയ്യാനും വായി നോക്കാനും പിടിക്കാനും ഉള്ള റൈറ്റ് ഒന്നുമില്ല. അപ്പം മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ട് നടന്നാൽ പിടിക്കില്ല, അങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ പുരുഷന്മാർക്ക് എന്ത് യോഗ്യത എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ജനിച്ചു വീണ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ബസ്സിൽ പോകുമ്പോൾ തന്നെ എത്ര സ്ത്രീകൾക്ക് മര്യാദയ്ക്ക് സാരി കൊടുത്ത് ഒതുങ്ങി പോകുന്ന സ്ത്രീകൾക്ക് വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ വിഷയം? ആണുങ്ങൾക്കാണ് ഇവിടെ വിഷയം. ആണുങ്ങളുടെ അവരെ വളർത്തുന്ന രീതിയിലാണ് പ്രശ്നം, അല്ലാതെ കോസ്റ്റ്യൂം കാരണം ആ പെൺകുട്ടി, അതായത് നീ ഷോർട്സ് ഇട്ടോ യു ആർ എ ബാഡ് ഗേൾ, നീ സ്ലീവ്ലെസ് ഇട്ടോ യു ആർ എ ബാഡ് ഗേൾ, നീ സാരി കുറച്ച് ഇറക്കി കൊടുത്തോ യു ആർ എ ബാഡ് ഗേൾ, അല്ലെങ്കിൽ നീ ബിക്കിനി ഇട്ടോ യു ആർ എ ബാഡ് ഗേൾ. താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഇട്ടതിന്റെ പേരിൽ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇട്ടതിന്റെ പേരിൽ ഞാൻ ബാഡ് ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഐ എം എ സർട്ടിഫൈഡ് ബാഡ് ഗേൾ. നിങ്ങളോട് പറയാനുള്ളത്, അതായത് ഇങ്ങനെ പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ ഫ്രീഡത്തിൽ കൈവച്ചോ യു ആർ എ ബാഡ് പേഴ്സൺ. ഒരാളുടെ പേഴ്സണൽ റൈറ്റ്സ് ആണ് ഇഷ്ടം കാര്യങ്ങൾ. ഒരാളുടെ അൺനെസസറി ആയിട്ട് ഒരാളുടെ കാര്യത്തിലോട്ട് ഇടപെട്ട് അവരെ ജഡ്ജ് ചെയ്യാൻ നോക്കിയോ യു ആർ എ ബാഡ് പേഴ്സൺ. മാനേഴ്സ് എന്ന് പറയുന്ന സാധനം അടുത്തേ കൂടെ പോയിട്ടില്ല. ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്കില്ലെങ്കിൽ യു ആർ എ ബാഡ് പേഴ്സൺ. അതേപോലെ എന്താ പറയാ, ഒരു ഇത്രയും ഒരു 2025 ആയിട്ടും അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടും ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫ്രീഡം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ലൈഫ് ഓരോരുത്തരുടെ കയ്യിലാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതൊന്നും മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആസ് എ പേഴ്സൺ യു ആർ എ വെരി ബാഡ് പേഴ്സൺ. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റില്ല, അത്രയും നല്ലതാണ്. അപ്പം ആകെ മൊത്തം പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഡ്രസ്സിങ് സെൻസ്, എത്രയോ നല്ല നല്ല ഡ്രസ്സസ്, എത്രയോ കൊറിയോഗ്രാഫേഴ്സിന്റെ രസമുള്ള ഡ്രസ്സസ് ഒക്കെ വർക്ക്ഔട്ട് ഇത് ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്തും ഈ പറഞ്ഞ മാതിരി ചട്ടയും മുണ്ടും എടുത്ത് ബ്ലൗസും ഇതും എടുത്ത് നടത്തവരുണ്ട്. ഷോർട്സ് പണ്ട് കാലത്ത് ഇല്ലായിരുന്നു, എന്നാൽ പോലും അതേപോലത്തെ ഡ്രസ്സ് ഇട്ട് നടന്നിട്ടുണ്ട്. മുലക്കച്ച മാത്രം കെട്ടി ഡ്രസ്സ് ഇട്ട് നടന്ന സംഭവം കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും പണ്ടും ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നു, കുറച്ച് ഷോർട്സ് ഇടുന്നു. അപ്പൊ അതിലൊന്നും എന്തെന്ന് കാണിച്ചായി വന്നേക്കണേ അത് ചോദിക്കാനുള്ള റൈറ്റ് നമുക്കില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം ഡ്രസ്സിങ് സെൻസ് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടമാണ്. പിന്നെ ഓരോ വീടുകളിലും നമ്മൾ പഠിച്ചു വരുന്നത് ട്രഡീഷണൽ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഓരോരുത്തരുടെ അടുത്ത് കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു അമ്പലവാസി പെൺകുട്ടി സെറ്റ് മുണ്ടും എടുത്ത് പട്ടുപാവട എടുത്ത് ചുരിദാറിട്ട് ആ കൊച്ചിന് ഈ 3 ഡ്രസ്സ് മാത്രമാണ് ഇട്ട് ശീലമുള്ളൂ. ആ കൊച്ചിന് ഈ ഡ്രസ്സ് 3 കംഫർട്ട്. ആ കൊച്ചിനോട് പെട്ടെന്ന് ഒരു ഷോർട്സ് ഇടാൻ പറഞ്ഞാൽ ആ കൊച്ചിന് പറ്റത്തില്ല. ആ കൊച്ചു പറയും അയ്യോ പ്രശ്നമാണ്, എനിക്കിതൊന്നും ഇട്ട് ശീലമില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു എന്താ പറയാ, നമ്മളല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടേതായ റൂൾസ് കൊണ്ടുവരാം എന്നല്ലാതെ മറ്റൊരാളുടെ ലൈഫ്, മറ്റൊരാളുടെ ഡ്രസ്സിങ് സെൻസ്, മറ്റൊരാളുടെ കാര്യങ്ങൾ അതൊന്നും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. സോ പുരുഷന്മാരുടെ കണ്ണിലെ സിമുലേഷൻ വെച്ചിട്ട് പെൺകുട്ടികൾക്ക് ഡ്രസ്സ് ഇടാനും മാറ്റാനൊന്നും പറ്റത്തില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ആകെ മൊത്തം ടോട്ടലി പറയുന്ന ഒറ്റ ലൈഫുള്ളത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിക്കട്ടെ. ആ കൊച്ചു ഡ്രസ്സ് മോശമായിട്ട് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ കൊച്ചു ആ സമയത്ത് അവിടെ കാണാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതെന്താണ് അങ്ങനെ, ഏതാണ് ആ ഒരു സമയം? ആൺകുട്ടിക്ക് രാത്രി പുറത്തിറങ്ങി നടക്കെങ്കിൽ പെൺകുട്ടികൾക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാം. അവിടെ നടക്കാൻ പാടില്ലെന്ന് ഒരു റൂളില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പല പാരന്റ്സും ഹോൾഡ് ചെയ്യണമെന്ന് എന്താണോ? തലതെറിച്ച കുറെ ചെക്കന്മാരുള്ളതുകൊണ്ട്, തലതെറിച്ച കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട്, അമ്മ ഏതാ പെങ്ങളേതാന്ന് അറിയാൻ പാലാതെ ഏതൊരു പെണ്ണിനെ കണ്ടാലും only for flex, only for sex എന്നുള്ള രീതിയിൽ കാണുന്നതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഒരു സമയം കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത്. കറക്റ്റ് അല്ലേ?